ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ജാസ്മിൻ ഫുഡ് കഴിക്കാൻ വരുന്നില്ല, വയ്യാണ്ട് റൂമിൽ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഗബ്രി കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഇന്നലെ ഇവർ തമ്മിൽ അറിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇപ്പോൾ ക്ലാരിറ്റി കിട്ടി. ഞാൻ അടിവരായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞതാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ഒരു വിഭാഗത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതോടുകൂടെ ജാസ്മിൻ്റെ കിളി എല്ലാം പാറിപ്പോയി കിടക്കാൻ കേട്ടോ. എന്താവും ഏതാവും എന്നൊരു പിടിയില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, പുറത്ത് ഒരു ബന്ധത്തിലേക്ക് നമ്മൾ സമ്മതം വെച്ചിട്ട് അകത്ത് വരുന്ന സമയത്ത് അതൊരു ഗെയിമായിട്ട് എടുത്തിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഗെയിം കളിച്ചിരുന്നെങ്കിൽ നല്ല രണ്ട് കണ്ടസ്റ്റൻ്റ്. പക്ഷേ അവർ പ്രേമം എന്ന ട്രാക്ക് പിടിച്ച് ഇപ്പം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രീതു വന്നവർക്ക് ഫുഡൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഗബ്രിയോടൊക്കെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഫുഡ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ. നല്ലൊരു ക്യാപ്റ്റൻസി നല്ല രീതിയിൽ തന്നെ ശ്രീതു അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ജാസ്മിനും ഗബ്രി എന്താ സംസാരിക്കുകയാണ്, നീ സിജോ വന്ന് പോയതിന് ശേഷമാണോ നിനക്ക് ഈ ഒരു മാറ്റം? അല്ല, പിന്നെ റെസ്പിനാണോ നിൻ്റെ മാറ്റത്തിന് കാരണം? ഞാൻ കാണുന്നുണ്ട് അവൾ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അവൾ എന്താണ് നിൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതിൽ 100-150% തെറ്റാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ എണീറ്റ് വാഷ്റൂമിൽ പോകുന്നു. അവിടെയും ഗബ്രി പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് റൂമിൽ വരുന്ന സമയത്ത് നമ്മുടെ ഗബ്രി പിന്നും വന്നിട്ടുണ്ട്. ഇത് തന്നെ ഒരു ഏകദേശം 1.5 മണിക്കൂർ ലൈവിനകത്ത് ഇതുവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ പറയാണ്ട് പറയുകയാണ്, ഗബ്രിയെ പ്രണയിക്കുന്നുമുണ്ട്, ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, ഗബ്രിയോടൊരു ഇഷ്ടമാണ് എന്ന രീതിയിൽ. പക്ഷേ ഗബ്രി അത് തിരിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കാണിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും നീ എനിക്ക് തിരിച്ചു തരുന്നില്ല എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. ഗബ്രി മൊത്തത്തിൽ പോയ അവസ്ഥയാണ്. ഇതൊന്നും വിചാരിച്ചില്ല. രണ്ടുപേരും ലവ് ട്രാക്ക് പിടിച്ച് പുറത്ത് നല്ലൊരു ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടുമെന്ന രീതിയിൽ കളിക്കാൻ തുടങ്ങി. പക്ഷേ കളി എങ്ങനെയായാലും ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതാ പ്രണയമാണെന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ എന്താ പറയണ്ട, ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അത് ഗബ്രിയുടെ വായിൽ നിന്ന് വരണം. പക്ഷേ ഗബ്രിക്ക് കുറച്ച് തടസ്സങ്ങൾ കാണും. എന്തായാലും എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെന്ന് ഒരു പിടിയുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായി വരാം. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് റിവ്യൂമായി വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു, വിജയ് രമേശ്. ബൈ ബൈ.